നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗിന് അധികാരത്തോട് ആർത്തി, അധികാരത്തിനായി ആരുമായും കൂട്ടുകൂടാമെന്ന നിലപാടിന് കോൺഗ്രസ് പിന്തുണയെന്നും മുഖ്യമന്ത്രി. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. 4 പേർ മരിച്ചു. മരിച്ചത് മാവേലിക്കര സ്വദേശികൾ. അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. UDF പ്രവേശനം നുണക്കഥയെന്ന് ജോസ് കെ മാണി MP. വിവാദം UDFിലെ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കേരള കോൺഗ്രസും ഇടതുപക്ഷത്തിന്റെ അവിഭാജ്യ ഘടകം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പുതിയ വാർഡ് തുറന്നു. പുതിയ വാർഡ് പണിതത് 63 ലക്ഷം രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗിന് അധികാരത്തോട് ആർത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാമെന്ന ലീഗിന്റെ നിലപാടിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ളവരുടെ താൽപര്യം കൂടി UDFിന് പരിഗണിക്കേണ്ടി വരുന്നുവെന്നും പിണറായി വിജയൻ പാമ്പാടിയിൽ പറഞ്ഞു. പാമ്പാടിയിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. UDFിന് ഇന്ന് സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള സ്ഥിതി ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDFിന് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും കീഴ്പ്പെട്ടു പോവുകയാണ്. ഇത് രണ്ടും മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗങ്ങളും തള്ളിക്കളഞ്ഞ വിഭാഗങ്ങളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം ആദ്യം ആഘോഷിച്ചത് കോൺഗ്രസോ ലീഗോ ആയിരുന്നില്ല, SDPI ആയിരുന്നുവെന്നും പിണറായി പറഞ്ഞു. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3ാം സ്ഥാനത്തായ മണ്ഡലമാണത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്ന രാഷ്ട്രീയമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കോൺഗ്രസ് ജയിച്ചു വന്നു. ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര്? കോൺഗ്രസ് അല്ല, ലീഗല്ല, ആദ്യം SDPI. കണ്ടില്ലേ കേരളം? അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിലുണ്ട്. ഇത് രണ്ടും നാടിന് ആപത്താണ്. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലർ വോട്ട് ലാക്കാക്കി ഇപ്പോൾ പലയിടങ്ങളിലും കയറി ഇറങ്ങുകയാണ്. ഇവരൊക്കെ ഭാഗമായി മുൻപ് നടന്നിട്ടുള്ള ലഹളകൾ നാട് കണ്ടതാണ്. മണിപ്പൂരിലടക്കം നടക്കുന്നത് എന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എല്ലാ വർഗീയതയും എതിർക്കപ്പെടണം എന്നതാണ് CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടെന്നും പിണറായി പാമ്പാടിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ 4 പേരാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അരുൺ ഹരി, രമാമോഹനൻ, സംഗീത്, ബിന്ദു എന്നിവരാണ് മരിച്ചത്. മരിച്ചവർ മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6:15ഓടെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ 34 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്നും KSRTC ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയ സംഘം മടങ്ങി വരും വഴി പുല്ലുപാറയ്ക്ക് സമീപം റോഡിൽ നിന്ന് 30 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവർ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ റോഡിന്റെ ഒരു ഭാഗം കൊക്കയാണ്. ഈ കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. ബ്രേക്ക് പൊട്ടി വാഹനം റോഡിന്റെ ബാരിക്കേഡ് തകർത്ത് താഴ്ചയിലേക്ക് പോകുകയായിരുന്നു. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഉപേക്ഷിക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭാ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശ്വാസിയായ ഒരാൾക്ക് നീതിയുടെ വഴിയെ അല്ലാതെ നടക്കാൻ കഴിയില്ല. നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ VD സതീശൻ ഉമ്മൻചാണ്ടിയെയും അനുസ്മരിച്ചു. പുതുപ്പള്ളിയിൽ നടന്ന കോട്ടയം ഭദ്രാസന ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു VD സതീശൻ. നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും? താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്.
ക്രിസ്തുവിൻ്റെ ദർശനം സ്വന്തം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ, പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പിയ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ കഠിനാധ്വാനം ചെയ്ത, ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ വിശുദ്ധമായ മണ്ണിലുറങ്ങുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ ദീപ്തമായ സ്മരണകളോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ മെത്രാസന ദിനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. UDF രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അനാവശ്യ വാർത്തകളാണ് UDF പ്രവേശനം സംബന്ധിച്ചുള്ള വിവാദങ്ങളെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP. കേരള കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കാൻ മറ്റാർക്കും അപേക്ഷ നൽകിയിട്ടില്ല. അതിനായി ആരും വരേണ്ട. ഇടതുപക്ഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എമ്മെന്നും അതിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജോസ് കെ മാണി MP കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് UDFന്റെ രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അവസാനത്തെ വാർത്തയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അത് കേരള കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത്, മറ്റാരെങ്കിലുമാണോ തീരുമാനിക്കുന്നത്? അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. കേരള കോൺഗ്രസ് അജണ്ട തീരുമാനിക്കാൻ ആർക്കും അപേക്ഷ കൊടുക്കുകയോ ഏതെങ്കിലും മുന്നണിയെ പറ്റിയോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിനെ പറ്റിയോ കൊടുത്തിട്ടില്ല. അത് കേരള കോൺഗ്രസ് തീരുമാനം. ഈ വാർത്തകൾ നേരത്തെ വന്നപ്പോൾ തന്നെ വളരെ ആധികാരികമായി ഞാൻ തന്നെ പറയുകയുണ്ടായി, കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് പുതിയൊരു വാർഡ് കൂടി പണിതു. പുതിയ വാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നാടിന് സമർപ്പിച്ചു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് പുതിയൊരു വാർഡ് കൂടി. ജില്ലാ പഞ്ചായത്തിന്റെ 45 ലക്ഷം രൂപയും ആശുപത്രി മാനേജ്മെന്റ് 18 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ആശുപത്രിയുടെ വിവിധ കെട്ടിടങ്ങളുടെ നവീകരണത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള സംയുക്ത പ്രോജക്ട് വഴി നവീകരിച്ച പുതിയ കെട്ടിടമാണിത്. പുതിയതായി പണിതീർത്ത 5ാം വാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. എല്ലാവർക്കും ഇത് നന്നായി പോകണമെന്ന് തന്നെയാണ് DMO ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പിനും പ്രദേശ സ്ഥാപനങ്ങൾക്കും HMC മെമ്പർമാർക്കും എല്ലാം അങ്ങനെയാണ്. നമുക്കിവിടെ ഒരു പരാതിയും ഇല്ലാതെ പോകണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാലും ചില പരാതികളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിക്കുന്നതിന് മുൻപായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനകത്ത് ഒരു രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇവിടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശാന്തി M, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS പുഷ്പമണി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ N, മായാവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് സംഘടിപ്പിക്കുന്ന ദൃശ്യം 2K25 കാർണിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ഈ മാസം 19 മുതൽ 30 വരെയാണ് കാർണിവൽ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, IS രാമചന്ദ്രൻ, KK സന്തോഷ്, P പ്രജിത്ത്, P ബാലചന്ദ്രൻ, ടോമി ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യം കാർണിവലിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായാണ് സ്വാഗത സംഘം ഓഫീസ് തുറന്നത്. പഞ്ചായത്ത് കുറേ കാലമായി തുടങ്ങി വെച്ച വലിയ ദൗത്യം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷാത്കാരം നമ്മുടെ പ്രമുഖരായ ആളുകൾ നമ്മുടെ വേദിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും പൊൻകുന്നത്തിന് സമീപ പ്രദേശത്തൊക്കെ തന്നെ ഒരു പുതിയ അനുഭവമായി മാറി. ഇവിടെ പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മമായ ഒരു സംഘാടനവും ആത്മാർത്ഥമായ എല്ലാവരുടെയും പരിപാടി ജയിപ്പിക്കാൻ പറ്റും. അതിനകത്ത് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പിക്കും. അവനവൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ ഒരു പരിപാടിയാക്കുന്നത് ഒരിക്കൽ കൂടി ഈ ഇതിൻ്റെ ദൃശ്യ സൗകര്യമായി ഇതിൻ്റെ ഒരു ലാവുകളെ മാറ്റിയെടുക്കാനുള്ള ഒരു നല്ല സംഘാടനമായി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ കാരിക്കാട് ടോപ്പിന് സമീപം കൂറ്റൻ കല്ലുകൾ റോഡിലേക്ക് ഉരുണ്ടു വീണു. ഈ സമയത്ത് വാഹനങ്ങളൊന്നും റോഡിൽ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി.
ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ കാരിക്കാട്ട് ടോപ്പിന് സമീപം മലമുകളിൽ നിന്നും കൂറ്റൻ കല്ലുകൾ റോഡിലേക്ക് ഉരുണ്ടു വീണു. കാരിക്കാട്ട് ടോപ്പിന് താഴ്ഭാഗത്ത് കുറ്റിയാലപ്പുഴ റിസോർട്ടിന് സമീപം റോഡിന്റെ മുകൾ വശത്തു നിന്നുമാണ് വലിയ പാറ റോഡിലേക്ക് വീണത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി. കൂറ്റൻ കല്ലുകൾ റോഡിൽ പതിച്ചു പല കഷ്ണങ്ങളായി ചിതറി. ഏറെ നേരം റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കല്ലുകൾ റോഡിന് സൈഡിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് PS, മോഹനൻ കുട്ടപ്പൻ എന്നിവർ സ്ഥലത്തെത്തി. മഴക്കാലത്ത് ഈ റോഡിൽ പലയിടത്തും കല്ലുകൾ ഉരുണ്ടു വന്ന സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ അപകടകരമായ കല്ലുകൾ സംബന്ധിച്ച് അധികാരികൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. മീനച്ചിൽ നദീതട മഹാസംഗമത്തിനോടനുബന്ധിച്ച് മയിൽപീലി 2025 എന്ന പേരിൽ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജനുവരി 12-നാണ് മീനച്ചിൽ നദീതട മഹാസംഗമം ആരംഭിക്കുന്നത്. മയിൽപീലി 2025 കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. 32ാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള വിവിധ കലാമത്സരങ്ങൾ പാലാ ശ്രീരാമകൃഷ്ണ ആദർശ സംസ്കൃത കോളേജിൽ നടന്നു. മയിൽപീലി 2025 എന്ന പേരിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ആശ്രമം മഠാധിപതി സ്വാമി വേദസംഗീതാനന്ദജി മഹാരാജ് നിർവഹിച്ചു. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് മത്സര സമ്മാനത്തിന് വേണ്ടിയല്ല. ഇതിൽ പങ്കെടുക്കുന്ന ഒരു സമ്മാനമാണ്. നമ്മുടെ ഭാരതഭൂമിയെപ്പറ്റി അറിയാനും സംസ്കാരത്തെ അറിയുന്നതിനുള്ള വലിയൊരു അവസരമാണിത്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അല്ലാണ്ട് സമ്മാനം വിതരണമല്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ടെൻഷൻ എടുക്കണ്ട. ഇത് പങ്കെടുക്കാൻ തന്നെ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യവാന്മാരാണ് എല്ലാവരും. മീനച്ചിൽ ഹിന്ദു മഹാസംഗമം ജനറൽ കൺവീനർ ഡോക്ടർ PC ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മയിൽപീലി സംഘാടക സമിതി ഭാരവാഹികളായ മഹേഷ് ചന്ദ്രൻ, സുരേഷ് ബാബു, സുധീഷ് ഇടമറ്റം, TN രഘു, ഹരികൃഷ്ണൻ അന്തിനാട്, അമൃത R നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നഴ്സറി വിഭാഗം മുതൽ കോളേജ് തലം വരെ 4 വിഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ പ്രസിദ്ധമാണ് പാലാ പയപ്പാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവം ജനുവരി 10 മുതൽ 15 വരെ നടക്കും. സ്ത്രീകൾക്ക് 12 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി 18 പടി ചവിട്ടി അയ്യപ്പനെ തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പാലാ പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാകുന്നു. ജനുവരി 11 നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. 400-ലേറെ വർഷം പഴക്കമുള്ള പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവവും 18 പടി കയറി നെയ്യഭിഷേകവും ജനുവരി 10 മുതൽ 15 വരെ നടക്കും. ജനുവരി 11-ാം തീയതി 108-ൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും 18 പടി കയറി നെയ്യഭിഷേകം നടത്തും. 10-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് കൊടിയേറ്റ്. 11-ാം തീയതി രാവിലെ 9 മണിക്ക് ശ്രീഭൂതബലിയും 10 മണിക്ക് നാരായണീയവും നടക്കും. ക്ഷേത്രത്തിലെ ഉത്സവ ഭാഗമായി 108-ൽ പരം മാളികപ്പുറങ്ങളും മറ്റ് അയ്യപ്പ ഭക്തരും ഇരുമുടി കെട്ടെടുത്ത് 11-ാം തീയതി രാവിലെ 9 മണിക്കാണ് 18-ാം പടി കയറി ക്ഷേത്ര ദർശനം നടത്തുന്നത്. തുടർന്ന് അയ്യപ്പസ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഭിഷേകം ചെയ്യും. ആചാരപ്പെരുമയിലും അനുഷ്ഠാനത്തിലും പാരമ്പര്യ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു. ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ പ്രധാന വിഗ്രഹം അയ്യപ്പൻ്റെ ആണെങ്കിലും ഇതിൻ്റെ സമീപത്ത് ഭാര്യാപുത്ര സമേതനായിട്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയും ഉണ്ട്. അതിനാലാണ് 12 ദിവസത്തെ നൊയമ്പ് നോക്കിയിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും പടി ചവിട്ടാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് പറയുന്നത്. ഇവിടെ മകരം 1-ാം തീയതിയാണ് ശബരിമല മകരസംക്രമമാണെങ്കിലും ഇവിടെ മകരമാസം 1-ാം തീയതിയാണ് ഉത്സവം നടത്താറുള്ളത്. അതായത് ശബരിമല 30 കണക്കും ഇവിടെ 1-ാം തീയതി കണക്കുമാണ്. എല്ലാ വർഷവും അങ്ങനെ മകരവിളക്ക് മകരമാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ മകരവിളക്ക് ആഘോഷിക്കാറുള്ളത്. ഈ വർഷം ഏതാണ്ടൊരു 250 ആൾക്കാർ ജനുവരി മാസം 11-ാം തീയതി കെട്ടുമെടുത്ത് ഇരുമുടി കെട്ടുമായിട്ട് 18-ാം പടി ചവിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ധാരാളം അയ്യപ്പന്മാരിവിടെ പടി ചവിട്ട് വരാറുണ്ട്. കന്നിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴാൻ ഭാഗ്യം ലഭിച്ചത് പുണ്യമായി കാണുന്നതായി വിശ്വാസി പറഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള അയ്യപ്പനല്ലേ, ഇവിടെ വന്ന് തൊഴാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയുസ്സും ആരോഗ്യം നമ്മുടെ കാര്യം തന്നെ സന്തോഷമായിട്ട് കഴിയാനായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. എൻ്റെ കുടുംബം നന്നായി, നമ്മുടെ നാടും ഒക്കെ നന്നായി, എല്ലാവർക്കും നല്ല മനസ്സമാധാനവും സന്തോഷവും കിട്ടണം. അതാണ് നമ്മുടെ ഈ കരയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. അതിനുൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സന്തോഷമാണ് ഏറ്റവും വലുത്. ഇവിടെ വന്ന സമാധാനവും സന്തോഷവും കിട്ടും. 14-ാം തീയതിയാണ് പള്ളിവേട്ട ഉത്സവം.
15-ാം തീയതി ആറാട്ട് ഉത്സവം നടക്കും. രാവിലെ 6 മണിക്ക് ആറാട്ട് ബലിയും 9-ന് ശ്രീഭൂത ബലിയും നടക്കും. തുടർന്നാണ് ആറാട്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. മുട്ടത്ത് വർക്കി അക്ഷരപീഠം ചെറുകഥാ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2022 ജനുവരി മുതൽ 2024 ഡിസംബർ വരെ പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരങ്ങൾ മത്സരത്തിനായി പരിഗണിക്കും. 25,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ മാർച്ച് 10-ാം തീയതിക്ക് മുൻപായി ബാലചന്ദ്രൻ ഇഷാര കോംപ്ലക്സ്, ഇലവന്തിട്ട, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയക്കണം. രാഷ്ട്രീയത്തിൽ മാർച്ച് 2022 മുതൽ 2024 ഡിസംബർ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട ദിവസമായിരുന്നു. അവസാന തീയതി മാർച്ച് 10-ാം തീയതിക്ക് മുൻപായിട്ട്. അറിയിപ്പ്. ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് കോട്ടയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റ് കളത്തൂരിലേക്ക് കട്ടർ കം സൂപ്പർവൈസറെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 7-ാം ക്ലാസ് പാസ്സാകണം. ഈ മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപര്യമുള്ളവർ ജനുവരി 18-ന് മുമ്പായി ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 048125600586. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രോണിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് ലഭിക്കും. അവസാന തീയതി ജനുവരി 8. വിവരങ്ങൾക്ക് ഫോൺ 9455999688. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ജനുവരി 8 ഉച്ചയ്ക്ക് 1 മണി വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 048125639880. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗിന് അധികാരത്തോട് ആർത്തി, അധികാരത്തിനായി ആരുമായും കൂട്ടുകൂടാമെന്ന നിലപാടിന് കോൺഗ്രസ് പിന്തുണയെന്നും മുഖ്യമന്ത്രി. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. 4 പേർ മരിച്ചു. മരിച്ചത് മാവേലിക്കര സ്വദേശികൾ. അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ്. UDF പ്രവേശനം നുണക്കഥയെന്ന് ജോസ് കെ മാണി MP. വിവാദം UDFിലെ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കേരള കോൺഗ്രസും ഇടതുപക്ഷത്തിന്റെ അവിഭാജ്യ ഘടകം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പുതിയ വാർഡ് തുറന്നു. പുതിയ വാർഡ് പണിതത് 63 ലക്ഷം രൂപ ചെലവിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.